വെൽക്കം ബാക്ക്. പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലാസ്റ്റ് പിയേഴ്സിൻ്റെ മെത്തേഡിൽ എങ്ങനെ പ്രൈസ് ഇൻഡെക്സ് കാണാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണുന്നുണ്ട് കരുതുന്നു. അപ്പോൾ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് കോളത്തിൽ ഗുഡ്സ് ആണ്. ഗുഡ്സ് അഥവാ സാധനങ്ങൾ, 3 സാധനങ്ങൾ അല്ലെങ്കിൽ 3 ഐറ്റംസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ABC. അതിന് കറസ്പോണ്ടിങ് ആ ഇയേഴ്സിലുള്ള പ്രൈസും അതിൻ്റെ ക്വാണ്ടിറ്റിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 ഇയേഴ്സിലുള്ള പ്രൈസാണ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ക്വാണ്ടിറ്റിയും. അപ്പോൾ ഫസ്റ്റ് ഇയർ കൊടുത്തിട്ട് 2008 ആണ്. 2008 എക്ക് ഉണ്ടായിരുന്ന പ്രൈസ് 10 ആണ്. ദെൻ ബിയുടെ പ്രൈസ് 20, സിക്ക് 15 ആണ്. അപ്പോൾ 10 എന്നുള്ള പ്രൈസിലുണ്ടായിരുന്ന ക്വാണ്ടിറ്റി 60 ആണ്. 20 പ്രൈസിന് 75 ക്വാണ്ടിറ്റിയാണ് ഉണ്ടായിരുന്നത്, 15 20 ആണ്. അതേപോലെ നെക്സ്റ്റ് ഇയർ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് 2009 ആണ്. 2009 പ്രൈസ് 20, കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റി 90, ദെൻ 40, കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റി 80, ദെൻ പ്രൈസ് 30, കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റി 60. അപ്പോൾ ഇവിടെ 2 വർഷങ്ങളിലുള്ള പ്രൈസസും അതിൻ്റെ ക്വാണ്ടിറ്റിയും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇയറിനെ നമ്മൾ ബേസ് ഇയർ ആയിട്ടാണ് കണക്കാക്കുക. ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 2008 ആണ്. 2008നെ ബേസ് ഇയർ എന്ന് പറയും. അപ്പോൾ ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ അതിനെ P0 എന്നാണ് ഡിനോട്ട് ചെയ്യുക. ബേസ് ഇയറിനെ P0 എന്ന് പറയും. അതായത് ബേസ് ഇയറിലുള്ള പ്രൈസിനെയാണ് നമ്മളിവിടെ P0 എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ബേസ് ഇയറിലുള്ള ക്വാണ്ടിറ്റി എന്ന് പറയാം Q0 എന്ന് പറയാം. അപ്പോൾ ബേസ് ഇയറിലെ ക്വാണ്ടിറ്റി Q0, ബേസ് ഇയറിലെ പ്രൈസ് ആണെങ്കിൽ P0. ദെൻ നെക്സ്റ്റ് ഇയർ ഏതാ? 2009 ആണ്. അപ്പോൾ 2009 പ്രൈസിന് എങ്ങനെ പറയാം? അത് കറണ്ട് ഇയർ എന്നാണെന്ന് പറയുക. ഇതിൻ്റെ പ്രൈസിനെ കറണ്ട് ഇയർ. അപ്പോൾ കറണ്ട് ഇയറിലുള്ള പ്രൈസിനെ P1 എന്നും കറണ്ട് ഇയറിലുള്ള ക്വാണ്ടിറ്റിയെ Q1 എന്നും പറയാം. കറണ്ട് ഇയറിലുള്ള പ്രൈസാണ് P1, കറണ്ട് ഇയറിലുള്ള ക്വാണ്ടിറ്റി Q1. ദെൻ ലാസ്റ്റ് പിയേഴ്സിൻ്റെ മെത്തേഡിൽ ഇനി എങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യാം? ലാസ്റ്റ് പിയേഴ്സിൻ്റെ മെത്തേഡ്, ലാസ്റ്റ് പിയേഴ്സ് പ്രൈസ് ഇൻഡെക്സിനെ നമുക്ക് LP എന്നതിനെ ഷോർട്ടായിട്ട് പറയാം. അപ്പോൾ LP ഈസ് ഈക്വൽ ടു എന്ത് പറയാം? സിഗ്മ P1 Q0 ബൈ സിഗ്മ P0 Q0 ഇൻറ്റു 100. ഇതാണിത് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ എന്താണ്? സിഗ്മ P1 Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 ഇൻറ്റു 100. അപ്പോൾ ഇനി ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഓരോ ഇക്വേഷനുള്ളത് കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. P1 എന്ന് പറഞ്ഞാൽ എന്താ? അതെ, കറണ്ട് ഇയറിലുള്ള പ്രൈസാണ് P1. Q0 പറഞ്ഞാൽ ബേസ് ഇയറിലുള്ള ക്വാണ്ടിറ്റിയാണ്. ദെൻ സിഗ്മ P0 പറഞ്ഞാൽ എന്താ? ബേസ് ഇയറിലുള്ള പ്രൈസും ബേസ് ഇയറിലുള്ള ക്വാണ്ടിറ്റിയുമാണ്. അപ്പോൾ ഇതിനെ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം, ശേഷം വേണം നമുക്ക് ബാക്കി സ്റ്റെപ്പ് ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് കാണാം? P1 Q0 എന്ന് പറഞ്ഞ കോളം കാണാം. P1 Q0. അപ്പോൾ P1 Q0 ചെയ്യാൻ എന്ത് ചെയ്യണം? ഓരോ P1നെയും Q0 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ആദ്യത്തെ P1 ഏതാ? ഇതാണ് അല്ലേ, 2009 20. അപ്പോൾ 20 ഇൻറ്റു 60, അതാണ് P1 Q0. അപ്പോൾ 20 ഇൻറ്റു 60 ഫസ്റ്റ് ടൈം ചെയ്യാണ്. 20 ഇൻറ്റു 60 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരിക? 1200, 1200. നെക്സ്റ്റ് P1 ഏതാ? 40 ആണ്. അപ്പോൾ 40 ഇൻറ്റു 75 അല്ലേ. അപ്പോൾ ചെയ്യണം, നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യാണ് 40 ഇൻറ്റു 75. അപ്പോൾ ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 40 ഇൻറ്റു 75 ചെയ്യുമ്പോൾ അതായത് 3000 ആണ് വരിക, 3000. ദെൻ നെക്സ്റ്റ് വരുന്നത് ഏതാ? 30 ഇൻറ്റു 20, 30 ഇൻറ്റു 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 600. അപ്പോൾ ഇതാണ് P1 Q0 എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ എന്ത് കാണണം? സിഗ്മ കാണണം. സിഗ്മ മീൻസ് എന്താ? ഇതിനെ സം ചെയ്യണം അല്ലേ. അപ്പോൾ ഇതിന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 4800 ആണ്. ഇതിന് സിഗ്മ P1 Q0 എന്ന് പറഞ്ഞാൽ ഏതാ? 4800 ആണ്. അപ്പോൾ ഇതിവിടെ ഇതിൽ സൈഡിൽ എഴുതി വയ്ക്കാം നമുക്ക്. സിഗ്മ P1 Q0 ഇസ് ഈക്വൽ ടു 4800 ആണ്. ഇനി അതുപോലെ നമ്മുടെ ഇക്വേഷനിൽ നെക്സ്റ്റ് ഏതാ? സിഗ്മ P0 Q0 കണ്ടേ. അപ്പോൾ അടുത്ത കോളം നമ്മൾ എഴുതുകയാണ് P0 Q0. P0 Q0 പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് ഓരോ P0യും Q0 കൊണ്ട് എന്ത് ചെയ്യണം? ഗുണിക്കണം. അപ്പോൾ P0 പറഞ്ഞാൽ പ്രൈസ്, അതായത് ബേസ് ഇയറിലുള്ള പ്രൈസാണ്. അപ്പോൾ ബേസ് ഇയറിലുള്ള പ്രൈസായ 10 ഇൻറ്റു ബേസ് ഇയറിലുള്ള ക്വാണ്ടിറ്റിയാണ് Q0. അപ്പോൾ ഇത് രണ്ട് തമ്മിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പോൾ 10 ഇൻറ്റു 60, ഫസ്റ്റ് 10 ഇൻറ്റു 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 600. ദെൻ നെക്സ്റ്റ് ഏതാ? 20 ഇൻറ്റു 75 അല്ലേ. അപ്പോൾ 20 ഇൻറ്റു 75 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു 1500, 1500 കിട്ടും. ദെൻ അടുത്തത് 15 ഇൻറ്റു 20, 15 ഇൻറ്റു 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 300. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുവച്ചു? P0 Q0 കണ്ടു. ഇനി ഇതിൻ്റെയും എന്ത് ചെയ്യണം? സമ്മ് കാണണം, സിഗ്മ കാണണം അല്ലേ. അപ്പോൾ P0 Q0ൻ്റെ സിഗ്മ കാണുമ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3400 ആണ് വരിക. അപ്പോൾ അതെന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ താഴെ എഴുതി വയ്ക്കാം. സിഗ്മ ഏതാ? P0 Q0 ഈസ് ഈക്വൽ ടു എത്രയാണ്? 3400. ഇനി ഇത് നേരെ എന്ത് ചെയ്യുന്നു? ഇക്വേഷനിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ ഒന്നും കൂടി എടുത്തെഴുതണു. സിഗ്മ P1 Q0 ബൈ സിഗ്മ
P0 Q0 ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ P1 എന്ന് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ LP എന്നും അതിനെ ഡിനോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അല്ലെങ്കിൽ P1 അല്ല P01 ആണ് കേട്ടോ പറയുക. P01 അല്ലെങ്കിൽ LP എന്ന് എഴുതിയാലും മതി. അപ്പോൾ നമ്മൾ സിഗ്മ P1 Q0 ഇവിടെ കണ്ടുവച്ചിട്ട് 4800 സിഗ്മ P0 Q0 കണ്ട് 3400. അത് നേരെ നമ്മൾ എന്ത് ചെയ്യും, ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സിഗ്മ P1 Q0 എന്നുള്ളത് 4800 ഡിവൈഡഡ് ബൈ ഇത് എത്രയാണ്, 3400 ഇൻറ്റു 100 അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ 2 സീറോയും ഇവിടുത്തെ 2 സീറോയും വെട്ടിപ്പോയി. അപ്പം മുകളിൽ എന്താണ് 4800 ഡിവൈഡഡ് ബൈ 34 എന്ന് കിട്ടും അല്ലേ. ഈ ഇതിനെ നമ്മൾ ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസറാണ് എന്തെന്ന് പറയുന്നത്, ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിനെ ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് കിട്ടുന്നത് എത്ര അറിയോ, അതായത് 141.17 എന്നാണ് കിട്ടുക. അപ്പോൾ ഇതിനെ ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ 4800 ബൈ 34 ഹരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഏതാ, 141.17 ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലാസ്റ്റ് പിയേഴ്സിൻ്റെ മെത്തേഡിൽ പ്രൈസ് ഇൻഡെക്സ് കാണാൻ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ്, വളരെ സിമ്പിളാണ്. ചില എക്സാമിന് നമുക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ചെയ്യേണ്ടി വരില്ല, നേരെ തന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ കഴിഞ്ഞൊരു എക്സാമിനാണ് അങ്ങനെ തന്നിട്ടുണ്ടായിരുന്നത്. സിഗ്മ P0 Q0 പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ തന്നിരുന്നു, സിഗ്മ P0 Q0ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് എന്ത് ചെയ്താൽ മതിയായിരുന്നു, ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അതേപോലെ സ്റ്റെപ്പ് ഒന്നും ചെയ്യേണ്ടി വരില്ല. അപ്പോൾ അത് കണക്ക് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. എല്ലാവരും ഒന്നും കൂടി, മനസ്സിലാവാത്തവരൊന്നും കൂടി ഒന്നും കൂടി ഒന്ന് പ്ലേ ചെയ്ത് കാണാം. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അതിലൂടെ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.